നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഹസ്തഭേദത്തിലെ അസംയുക്ത മുദ്രകളിൽ 8 എണ്ണമാണ് പഠിച്ചത്. ഇനി നമുക്ക് ഒരു 10 മുദ്രകൾ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. മുഷ്ടിശ്ച ശിഖരാകശ്ച കപിത്ത കടകാമുഖഃ 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 സൂചി ചന്ദ്രകല പത്മകോശോ സർപ്പശിരസ്തത മൃഗശീർഷ സിംഹമുഖഃ 10 എണ്ണമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് മുഷ്ടി, 5 വിരലും ഇതേപോലെ ചുരുട്ടി പിടിക്കണം. മുഷ്ടി, ആ മുദ്ര അതുപോലെ വെച്ച് ഈ വിരൽ ഉയർത്തുക. അപ്പോൾ ശിഖരം, മുഷ്ടി, ശിഖരം, കവിത്വം. കവിത്വം ഈ വിരൽ അതുപോലെ വയ്ക്കുക. ഈ വിരൽ ഉയർത്തുക. ഏതുപോലെ ഈ വിരൽ ഉയർത്തി ഈ വിരലിൻ്റെ അടിയിൽ വയ്ക്കണം. കണ്ടോ? കവിത്വ കടകാമുഖ. കടകാമുഖം 3 എണ്ണം ഉണ്ട്. ഇത് മാറ്റരുത്. തൊട്ടടുത്തിരിക്കുന്ന വിരൽ ഇതുപോലെ ഉയർത്തണം. കണ്ടോ? ഒരു കടകാമുഖം ഇത്, അടുത്ത കടകാമുഖം അത് 3 ഉണ്ടെങ്കിലും ചേർത്ത് വെച്ചിട്ട് ഈ 2 വിരൽ ഉയർത്തണം. കടകാമുഖം. അടുത്ത കടകാമുഖം ഇത് അതുപോലെ വയ്ക്കുക. ഈ വിരൽ ഇതുപോലെ മടക്കുക. കടകാമുഖം. ഓക്കെ. അപ്പം മുഷ്ടിശ്ച ശിഖരാകശ്ച കപിത്വ കടകാമുഖഃ കടകാമുഖഃ കടകാമുഖഃ. അടുത്തത് സൂചി. ഈ വിരലുകളെല്ലാം ചേർത്ത് പിടിച്ചിട്ട് ഈ ചൂട് വിരൽ ഉയർത്തിപ്പിടിക്കണം. സൂചി. അടുത്തത് ചന്ദ്രക്കല. സൈഡിലേക്ക് ചരിച്ചിട്ട് ഈ വിരലങ്ങ് ഉയർത്തണം. കണ്ടോ? ചന്ദ്രക്കല. അടുത്തത് പത്മകോശം. ഇതുപോലെ വിരലുകളെല്ലാം ഒന്ന് ചുരുക്കി പിടിക്കണം. പത്മകോശോ സർപ്പശിരസ്തത. നമ്മൾ പതാക പിടിച്ചിട്ട് ഈ മുകൾ ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കണം. കണ്ടോ? അപ്പോൾ സർപ്പശിരസാവും. കണ്ട? സർപ്പശിരസ്തത. അപ്പം സൂചി ചന്ദ്രകല പത്മകോശോ സർപ്പശിരസ്തത. അടുത്തത് മൃഗശീർഷം. ഈ 3 വിരലുകളും ചേർത്ത് വെച്ചിട്ട് ഈ 2 വിരൽ ഉയർത്തണം. മൃഗശീർഷ സിംഹമുഖം. അതിൽ ഈ വിരലും ഉയർത്തിയിട്ട് ഇതിൻ്റെ അടിയിൽ കൊണ്ടുവരണം. സിംഹമുഖം. അപ്പം മൃഗശീർഷം ഇതുപോലെ, സിംഹമുഖം ഇതുപോലെ. അപ്പം ഇന്ന് പഠിച്ച് നമുക്ക് എല്ലാം ഒന്നുകൂടെ നോക്കാം. മുഷ്ടിശ്ച ശിഖരാകശ്ച കപിത്ത കടകാമുഖഃ 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 സൂചി ചന്ദ്രകല പത്മകോശോ സർപ്പശിരസ്തത മൃഗശീർഷ സിംഹമുഖഃ. ഓക്കെ. ഈ 10 മുദ്രകളാണ് നമ്മളൊന്ന് പഠിച്ചത്. എല്ലാവരും ശ്രദ്ധിച്ച് കണ്ട് മുദ്രകളൊക്കെ പഠിക്കുക. അസംയുക്ത മുദ്രയാണ് പഠിച്ചത് 10 എണ്ണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8 എണ്ണം പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ 10 എണ്ണം. മൊത്തം 18 മുദ്ര ആയിട്ടുണ്ട്. ഓക്കെ. എല്ലാവരും നല്ലതുപോലെ ക്ലാസ്സൊക്കെ കണ്ട് പഠിക്കുക. ഓക്കെ.